എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. സോ ഐ വോണ്ട് ടു ഫിനിഷ് മേക്കിംഗ് ദിസ് ബിഫോർ ഹി കംസ് ബിക്കോസ് guess what I made for dinner? ശരിക്കും നല്ലതാണോ? ഓക്കെ, താങ്ക് യു. ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. രാത്രിയിലേക്ക് ഞാൻ പാസ്തയാണ് ഉണ്ടാക്കുന്നത് ബിക്കോസ് എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ സോസേജസ് ബാക്കിയുണ്ട്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു ഫിനിഷ് ഇറ്റ് ഓഫ്. പിന്നെ പാസ്ത ഇസ് ഓൾസോ വെരി ഈസി ടു മേക്ക്. എനിക്ക് ഇപ്പം സമയം 5 മണിയാവാൻ പോകുന്നുള്ളൂ, പക്ഷെ ഞാൻ ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പോവാം ബിക്കോസ് എനിക്ക് രാത്രി ആകുമ്പോൾ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രസിങ് ആണ്. ബിക്കോസ് വെൻ സൂര്യനൊക്കെ ഉള്ളിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഐ ഫീൽ വെരി ഡെസ്പറേറ്റ്, വെരി സാഡ്. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും, ലൈക്ക് TV കാണും, ബുക്ക് വായിക്കും, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സമയം. സോ ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് മൈ ടൈം കുക്കിംഗ് ആ സമയത്ത്. സോ വിച്ച് ഇസ് വൈ ഐ എം ഗോയിങ് ടു കുക്ക് നൗ. ഓൾസോ ഒരു കാര്യം കൂടി ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. സോ ഐ വോണ്ട് ടു ഫിനിഷ് മേക്കിംഗ് ദിസ് ബിഫോർ ഹി കംസ് ബിക്കോസ് അവൻ തിരിച്ചു വന്ന് കഴിയുമ്പോഴത്തേക്കും അടുക്കളയിൽ വരാൻ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്കത്. സോ എനിക്ക് ആരും ഇല്ലാത്തപ്പോൾ കുക്ക് ചെയ്യുന്നതാണ് എനിക്ക് സമാധാനം. സോ വിച്ച് ഇസ് വൈ ഞാനിപ്പോൾ അത് ഫിനിഷ് ഓഫ് ചെയ്യാൻ പോകാം. സോ ഇത് മാക്രോണി പാസ്തയാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഐ യൂഷ്വലി യൂസ് പെന്നെ, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ പെന്നെ ഇല്ല, എൻ്റെ കയ്യിൽ ഇതാണുള്ളത്. സോ ഞാൻ ഉള്ളത് കൊണ്ട് ഉണ്ടാക്കാൻ പോവാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് വെരി ഈസി. ഞാൻ ആദ്യം അത് ഞാൻ കാണിക്കാൻ പോകുന്നില്ല. ഞാൻ പാസ്ത ബോയിൽ ചെയ്യാൻ പോവാം. പിന്നെ സോസേജസ് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാൻ പോവാം. സോ ഞാൻ എൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം പ്രെപ്പ് ചെയ്തിട്ട് ഐ വിൽ ബി കമ്മിങ് ബാക്ക്. ഇതൊന്നും കാണിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും പെട്ടെന്നൊന്ന് കാണിച്ച് പോവാമെന്ന് വിചാരിച്ചേ. സോ പാസ്ത നല്ല ബോയിലിംഗ് വാട്ടറിൽ വേവിച്ചെടുക്കുക. കുറച്ച് ഓയിലും സോൾട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. സോ പാസ്ത എപ്പോഴും ഒരു 80% വെന്താൽ മതി ബിക്കോസ് നമ്മളിത് ഒന്നും കൂടെ നമ്മൾ സോസ് ഉണ്ടാക്കി കഴിയുമ്പോൾ വിൽ ബി ആഡിങ് ഇറ്റ് അഗൈൻ. സോ അതുകൊണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ആയി, ഒരു 80% വെന്തിട്ടുണ്ട്. സോ ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. ഇപ്പോൾ പാസ്തയായി, ഞാനിത് ഡ്രെയിൻ ചെയ്യാൻ പോയി. ഞാനിതിനി please be very careful. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സോസേജസ് എല്ലാം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. സോ വൺസ് ദ സോസേജസ് ആർ റെഡി, അതൊന്ന് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, വി നീഡ് സം ഗാർലിക്, വെളുത്തുള്ളി ആവശ്യമുണ്ട്. അപ്പം ഞാൻ വെളുത്തുള്ളി എപ്പോഴും ഇങ്ങനെ കുറേ കട്ട് ചെയ്തിട്ട് എൻ്റെ മെയ്ഡ് വരുമ്പോൾ ചേച്ചീനെ കൊണ്ട് ഞാൻ കുറേ കട്ട് ചെയ്ത് വെച്ച് ഞാനിങ്ങനെ വെക്കും, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും. ബിക്കോസ് എനിക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടത്. ടേക്സ് എ ലോട്ട് ഓഫ് ടൈം, ഭയങ്കര ടൈം കൺസ്യൂമിങ്. പിന്നെ നമുക്ക് ബട്ടർ ആവശ്യമുണ്ട്. വി നീഡ് ചീസ് ഓൾസോ. മോസറല്ല ചീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി കുറച്ചും കൂടെ നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ സാധാ ചീസ് ഉള്ളൂ. സോ ഐ എം ജസ്റ്റ് യൂസിങ് വാട്ട് ഐ ഹാവ്. പിന്നെ വി നീഡ് മിൽക്ക് ആൻഡ് ഓൾസോ വി നീഡ് ഫ്രഷ് ക്രീം. ഓൾസോ 2 സാധനം കൂടെ ഉണ്ട് ഞാൻ പറയാൻ പറ്റും. വി ഓൾസോ നീഡ് ഓറിഗാനോയും ചില്ലി ഫ്ലേക്സും നമുക്ക് ആവശ്യമുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. സോ നൗ ദാറ്റ് ഓൾ ഇൻഗ്രീഡിയൻസ് ആർ റെഡി, നമ്മൾ നമ്മുടെ മെയിൻ കുക്കിങ്ങിലേക്ക് കയറാണ്. ആദ്യം തന്നെ പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക. ദെൻ ആഡ് 1 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുക.
ആഫ്റ്റർ ദാറ്റ് 2-3 വെളുത്തുള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത്. പിന്നെ ഒരു കാര്യം, ഈ സമയത്ത് ഫ്ലെയിം ലോ ആക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി കരിഞ്ഞു പോകും. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ക്രീമും മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ആഫ്റ്റർ സ്റ്റേറിങ് എനിക്ക് തോന്നി കുറച്ചും കൂടെ ഫ്രഷ് ക്രീമും പാലും ആഡ് ചെയ്യാമെന്ന്, ബിക്കോസ് ഞാൻ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള പാസ്ത കുറച്ച് അധികം ഉണ്ട്. സോ ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് പാസ്ത അതനുസരിച്ച് ബാലൻസ് ഔട്ട് ദി മെഷർമെൻറ്റ്സ് ഓഫ് മിൽക്ക് ആൻഡ് ഫ്രഷ് ക്രീം. ഓൾസോ എനിക്ക് ഒത്തിരി സോസി ആയിട്ടുള്ളത് ഇഷ്ടമല്ല. ഐ ലൈക്ക് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് ഡ്രൈ. അതുകൊണ്ട് ഞാൻ കണ്ടമാനം ഇടുന്നില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ച് സെമി ഗ്രേവി ആയിട്ടുള്ള സോസാണ് വേണമെങ്കിൽ അതനുസരിച്ച് ചെയ്യാം. So once the sauce comes to a boil, add the sausages and the pasta. പാസ്ത ആഡ് ചെയ്യുന്ന മുന്നേ ആയിരുന്നു ഉപ്പ് ഇടണ്ടേ, പക്ഷെ ഞാൻ മറന്നുപോയി. സോ ഞാൻ അവസാനം ഇടാണ്. ആവശ്യത്തിന് ടേസ്റ്റ് അനുസരിച്ച് ഇടുക. നെക്സ്റ്റ് വി ആർ ആഡിങ് ചീസ്. എനിക്ക് ഗ്രേറ്റ് ചെയ്യാൻ മടിയായിരുന്നു, സോ ഞാൻ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു. ആൻഡ് ഫൈനലി ആഡ് സം ഓറിഗാനോ. So നമ്മുടെ പാസ്ത is ready. ഇനി I have a little mess to clean up. So this is the little mess I made. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് that I have to clean it up തന്നെ. Cleaning is always very therapeutic for me. So ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണൊക്കെ ക്ലീൻ ആക്കി. ആൻഡ് അപ്പോഴത്തേക്കും തോമസ് വന്നു. Guess what I made for dinner? ടേസ്റ്റ് ചെയ്യുന്നു? തീർച്ചയായും. ഗുഡ്. ശരിക്കും നല്ലതാണോ? ഓക്കെ, താങ്ക് യു. ദ ആർട്ട് ആൻഡ് ദി ആർട്ടിസ്റ്റ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ട്രൈ ദിസ് റെസിപ്പി ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. അൻറ്റിൽ ദെൻ, ബൈ ബൈ.